എന്നും ഓർത്തിരിക്കേണ്ട ഒരു മുഖവും ഒരു ഫോൺ നമ്പരുമാണ് ഇന്ന് വേൾഡ് വൺ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശിയായ വിവേക്. എന്തുകൊണ്ടാണ് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞതെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ പേര് വിവേക് എന്നാണ്. ഞാൻ ചെങ്ങന്നൂർ പുലിയൂർ സ്വദേശിയാണ്. ഓട്ടോ ഡ്രൈവറാണ്. 2022 ഒരു മാർച്ചോടുകൂടി ആണ് ഞാൻ ആൾക്കാരെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങിയത്. അതിനുശേഷമാണ് എൻ്റെ വണ്ടിയിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലും വണ്ടാനം മെഡിക്കൽ കോളേജിലുമായിട്ട് മാസം ഒരു 5 പേരെ വീതം തികച്ച് സൗജന്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5 ദിവസം അവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റി വെച്ചേക്കുക. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ രാവിലെ വെളുപ്പിൻ്റെ ഒരു 4:30 ആകും ഞാൻ ആ രോഗികളെ കൊണ്ട് പോകുമ്പോൾ. ചിലപ്പോൾ രാത്രി 8 മണിയൊക്കെ ആകും തിരിച്ചു വരുമ്പോൾ. അതുവരെ ഞാൻ അവിടെ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. 3 വർഷമായിട്ട് ഏകദേശം ഒരു 150 പേരോളം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. 2019 എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ക്യാൻസറായി സ്ഥിരീകരിച്ച്. അത് കഴിഞ്ഞ് 2022 ആദ്യം ആയപ്പോഴത്തേന് എൻ്റെ അച്ഛനും ക്യാൻസറായി. അങ്ങനെ 2022 ജനുവരി ആയപ്പോഴത്തേന് അച്ഛനും അമ്മയും 10 ദിവസത്തെ ഗ്യാപ്പിൽ ആദ്യം അച്ഛൻ മരിച്ച്, രണ്ടാമത് അമ്മ മരിച്ചു. അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാവുന്നതുകൊണ്ട് ക്യാൻസർ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളും വീട്ടുകാർ അനുഭവിക്കുന്നതും രോഗി അനുഭവിക്കുന്നതും എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ആരെയും സഹായിക്കണം എന്ന് തോന്നി. ഞാൻ എൻ്റെ വരുമാനത്തിൻ്റെ 30 ദിവസം ഓടുന്ന എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ 5 പേരെ കൊണ്ടുപോകുന്നത്. അത് എൻ്റെ ഒരു ഈ സമൂഹത്തിലുള്ള ഒരു ക്യാൻസർ ബാധിച്ച ആൾക്കാരോടുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വം കടമയായിട്ട് കരുതിയാണ് ഞാൻ അതിൽ നിന്നാണ് എൻ്റെ ഓട്ടത്തിൽ നിന്നും എൻ്റെ വരുമാനത്തിൽ നിന്നുമാണ് ഞാൻ സാമ്പത്തികം കണ്ടെത്തുന്നത്. അപ്പോൾ ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെയാണ് ഇതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എല്ലാ മാസവും ഫേസ്ബുക്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ശ്രീഹരി വിവേക എന്ന് പറഞ്ഞ എൻ്റെ അക്കൗണ്ടിലാണ് ഞാനിത് എൻ്റെ നമ്പർ സഹിതം ഞാനിടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള രോഗികളുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ അവർ സത്യമാണെന്ന് അറിയാനായിട്ട് ആദ്യം എന്നെ വിളിക്കും. രോഗികൾ കീമോ ചെയ്യേണ്ട ആൾക്കാർ. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കും ഇവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ആളാണോ. എന്നിട്ട് അന്വേഷിച്ചിട്ട് അത് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാൻ അവർക്ക് കൊണ്ടുപോകാനുള്ള ഡേറ്റൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിന് കൊണ്ടുപോകുന്ന ഡേറ്റിന് ഒരു 3 ദിവസം മുന്നേ ഒന്നുകൂടെ വിളിച്ച് ഉറപ്പാക്കിയ ശേഷം അവരെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ അവരെ കണ്ടെത്തുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഏകദേശം തിരുവല്ല, ചെങ്ങന്നൂർ, മാന്നാർ, മാവേലിക്കര, പത്തിയൂര്, നമ്മുടെ കായംകുളം, കരിയിലക്കുളങ്ങര വരെയുള്ള ആൾക്കാരെ ഞാൻ ഈ 2 മെഡിക്കൽ കോളേജിലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലായിട്ട് ഇത്ര സ്ഥലത്തുള്ള ആൾക്കാരെ ഞാനിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അവരിങ്ങനെ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എല്ലാ മാസവും പുതിയ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുതിയ ആൾക്കാർ വിളിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിലവിലെ ട്രീറ്റ്മെൻറ്റുള്ള രോഗികളെ ഞാൻ അങ്ങോട്ട് ഒഴിവുള്ളപ്പം വിളിച്ച് ഞാൻ അവരെ കൊണ്ടുപോകും. എങ്ങനെ ആയാലും മാസത്തിൽ 5 പേരെന്നുള്ള 5 പേരെ തന്നെ ഞാൻ കൊണ്ടുപോകും. എൻ്റെ പേര് ലീല. എനിക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷമാകുന്നു. ഞാനൊരു വീട്ടുകളിൽ ജോലിക്ക് പോയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഓരോരുത്തരും തന്ന് സഹായിച്ച് ഞാൻ മരുന്ന് മേടിക്കുക. ഈ മോനിന്നെ ഇപ്പം 2-3 പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. 10 പൈസ ഓട്ടോക്കൂലി മേടിക്കത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വിളിച്ചാൽ വരത്തില്ല. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്.